ബയോളജിക്കൽ വാറിന് വേണ്ടിയിട്ട് ആദ്യം ഒരു നിപ്പ കൊണ്ടുവന്നു, പിന്നെ കൊറോണ വൈറസ് കൊണ്ടുവന്നു, ഇപ്പൊ മസ്തിഷ്ക അമീബ എന്ന് പറഞ്ഞ ഒരു ഐറ്റത്തിന് കൊണ്ടുവന്നു. നിങ്ങൾ എന്തോരെന്ന് വെച്ചിട്ട് എലികളെ നിങ്ങൾ ഈ മീഡിയാസ് ഈ ടി വി വെക്കുമ്പോൾ ആ ഒരു വാർത്തയിലൂടെ അവര് ഒരു റിപ്പോർട്ടർ പറയുന്ന കാര്യം, അതായത് റിപ്പോർട്ടർ എന്ത് പറയണമെന്നുള്ളത് നമ്മൾ മനുഷ്യരെന്ത് കേൾക്കണമെന്ന് തീരുമാനിക്കുന്ന ആൾക്കാർ പറയുന്ന ആ റിപ്പോർട്ടാണ് അവർ വായിക്കുന്നത്. ഓക്കെ, അല്ലാതെ അവർക്ക് യാതൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ആ വിഡ്ഢികൾ പറഞ്ഞത് നിങ്ങൾ കുളത്തിലുള്ള വെള്ളം അല്ലെങ്കിൽ കിണറ്റിലുള്ള വെള്ളം എല്ലാം ക്ലോറിനേറ്റ് ചെയ്യണം. ക്ലോറിനാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഷം. ക്ലോറിൻ, ഫ്ലൂറൈഡ്, അലൂമിനിയ, അതോടൊപ്പം ഡക്റ്റിൽ പൈഡിൽ ഈ പറയുന്ന ഹെവി മെറ്റൽസ്, ഇതെല്ലാമാണ് നിങ്ങൾ കുടിക്കുന്നത്. ഇതെല്ലാം നിങ്ങളുടെ തലയിൽ അക്യുമുലേറ്റ് ആവും, ഈ ശരീരത്തിൽ അക്യുമുലേറ്റ് ആവും, നിങ്ങൾ ശ്വസിക്കുന്നത് അല്ലെ. പെട്രോളിലെല്ലാം മെർക്കുറി എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വിടുന്നത്. ഇതൊന്നും യാതൊരു പ്രശ്നമില്ല അല്ലെ. സിഗരറ്റ് വലിച്ചാൽ ഇവിടെ 200, 400, 500 രൂപ പിഴയുള്ളപ്പോൾ വലിയ വലിയ റിഫൈനറീസ് എല്ലാം കൊടൂര വിഷങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് തന്നെ, അതിനൊന്നും ആർക്കും ഒരു പിഴയില്ല. അപ്പോൾ ഇതൊന്നും നിയന്ത്രിക്കാതെ എന്താണ് ഇതിന്റെ ഓറിയന്റേഷൻ എന്ന് പോലും ഇതുവരെ മനസ്സിലാക്കിയില്ല. എന്നിട്ട് വിഡിത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മീഡിയാസ് വഴി, അതോടൊപ്പം ഗവൺമെന്റ് വഴി. അല്ലെ, ക്യാൻസറിന് എല്ലാം വാക്സിൻ എടുക്കാൻ വരെ പറയുന്ന ഒരു കാലഘട്ടം എത്തിക്കഴിഞ്ഞു. വാക്സിൻ എന്താന്ന് പോലും ഇവിടുത്തെ ആരോഗ്യമന്ത്രിക്ക് ഈ പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഒന്നും അറിയില്ല, ആർക്കും അറിയില്ല ഒന്നും. വെറുതെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് കൊറോണയ്ക്ക് ശേഷം ഇപ്പൊ എല്ലാവർക്കും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും കാര്യങ്ങളെല്ലാം വരുന്നത്. കാരണം ആയുസ് കുറക്കുക തന്നെയാണ് അവരുടെ മെയിൻ പൊട്ടൻഷ്യൽ. അതോടൊപ്പം ഇനി വരാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ ശരീരത്തെ എല്ലാം വാക്സിൻ കുത്തിവെക്കുന്നു. ഇതെല്ലാം 2030 ആ ഒരു പീക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഡെവലപ്ഡ് കൺട്രീസ് എല്ലാം അവരുടെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം ഒരുപാട് പേര് പുറത്തുപോയി അവരെയും ബ്രൗണീസ് എന്ന് പറഞ്ഞ് തട്ടി പുറത്തേക്ക് വിടാൻ പോകുന്നു, ഇങ്ങോട്ട് തന്നെ തിരിച്ചു വിടാൻ പോകുന്നു. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം നിങ്ങളുടെ ചുറ്റും നിങ്ങളെ സംരക്ഷിക്കാനുള്ള ആ ഒരു ഗവൺമെന്റ്, മീഡിയാസ്, ഇതെല്ലാം പറയുന്നത് ശുദ്ധമായ വിഡ്ഢിത്തരങ്ങൾ മാത്രമാണ്. ആ വിഡ്ഢിത്തരങ്ങൾ അനുസരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ ആ ഒരു വലിയ കുഴിയിൽ പെടുന്നു. പക്ഷേ എന്ത് പറയാൻ പറ്റും, പക്ഷെ നമുക്കതൊന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങൾ പറഞ്ഞു, റിലാക്സ് ഫോഴ്സിനെയും യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡത്തിനെയും നല്ല രീതിയിൽ, അതായത് 100% വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇതിൽ നിന്ന് മുക്തി കിട്ടൂ. അല്ലാത്തവരെല്ലാം ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞു. കാരണം അവരെല്ലാം പ്രോഗ്രാംഡ് ആണ്. ഓക്കെ, പ്രോഗ്രാംഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞുങ്ങൾ അല്ലെ, അവരുടെ പല്ല് ദ്രവിച്ചു പോകുന്നു, അവരുടെ എല്ല് ജസ്റ്റ് ഒന്ന് വീണയും പൊടിഞ്ഞു പോകുന്നു, അവരുടെ കുഞ്ഞുങ്ങളുടെ എല്ലാം കണ്ണിൽ കണ്ണട വരുന്നു. ഇതൊന്നും ആർക്കും അറിയില്ല അല്ലെ. എന്നിട്ടും നമ്മൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്, നിങ്ങൾക്ക് എലിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്ന പോലെ കുറെ പണത്തിന് വേണ്ടി നിങ്ങളെ കൊണ്ട് ഓടിപ്പിച്ചു. ഓക്കെ, പണത്തിന് വേണ്ടി എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എനിക്ക് റിസർവ് ബാങ്കിന്റെ മെസ്സേജ്, ഓക്കെ ഡിജിറ്റൽ അറസ്റ്റ് കാര്യങ്ങൾ ഉണ്ടാവും, നിങ്ങൾ സൂക്ഷിക്കണം, അത് എഴുതി ഇത് എഴുത്. ഓക്കെ, അതായത് നമുക്ക് കപടത്തരം പറ്റുമെന്ന് അവരെ നമുക്ക് വാണിംഗ് ചെയ്യുന്നു. അവരല്ലേ നമ്മളെ സംരക്ഷിക്കണ്ടേ. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിലെ പണം പോയാലും ഇത് തന്നെ ആയിരിക്കും. ഞങ്ങൾ പറഞ്ഞല്ലേ നിങ്ങളോട് സൂക്ഷിക്കാൻ, ഇത്രേ ഉള്ളൂ. കാരണം അവരെല്ലാം കളിപ്പാവുകളാണ്. അപ്പൊ നിങ്ങൾ സൂക്ഷിച്ചതല്ല, നിങ്ങൾ സംരക്ഷിച്ചു വെച്ചിരിക്കുന്ന 100 കോടി 500 കോടി എല്ലാം പോകും. അതോടൊപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹെൽത്തും നിങ്ങളുടെ ഹെൽത്തും അവർ കൊണ്ടുപോയി. കാരണം നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും ആയിരുന്നു നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. പക്ഷെ അതവർ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചു. എന്നിട്ട് പണത്തിന് പുറകെ നിങ്ങൾ ഓടിച്ചു. അവസാനം ആ പണവും അവർ കൊണ്ടുപോയി. ചിന്തിക്കൂ. ഓക്കെ, ചിന്തിച്ച് മാറിയില്ലെങ്കിൽ ഉടനെ നിങ്ങളെല്ലാം ആ ഒരു കുഴിയിൽ വീണ് ഇല്ലാതാവുന്നതാണ്.